മെത്രാന്മാരും വൈദികരും ഒക്കെ സാധാരണ ജനങ്ങളെക്കാൾ മൂല്യബോധവും സത്യസന്ധതയും നീതി വിചാരവും ഉള്ളവരാണ് എന്നാണല്ലോ പൊതുവെയുള്ള വിശ്വാസം. പുണ്യപൂർണമായ ആത്മീയ പാതയിലൂടെ മനുഷ്യരെ ഈശ്വരനിലേക്ക് നയിക്കുന്നവർ അഥവാ നയിക്കേണ്ടവർ ആയതുകൊണ്ട് അവർ കള്ളം പറയില്ല, തിന്മ പ്രവർത്തിക്കില്ല, തെറ്റിന് കൂട്ടുനിൽക്കില്ല എന്നൊക്കെയാണ് സങ്കല്പം. അവർ സത്യ, നന്മ, നീതി മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നരും സമ്പുഷ്ടരുമായിരിക്കുമല്ലോ. എത്രയൊക്കെ ആരോപണങ്ങളും അപവാദങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അവർക്ക് ആ ബഹുമാന്യത ഉണ്ടായിരുന്നു. പക്ഷേ 1965 മങ്ങമരുതി കേസ് ആ ബഹുമാന്യതയ്ക്ക് ഒരു ഇടിവുണ്ടാക്കി. ബെനഡിക്റ്റ് ഓണംകുളം എന്ന വൈദികൻ മറിയക്കുട്ടി എന്ന യുവതിയെ കൊലപ്പെടുത്തി എന്ന കേസ്, വിചാരണയും വധശിക്ഷ വിധിയും ഒടുവിൽ വിട്ടയക്കലുമൊക്കെയായി ആ കേസ് കേരളത്തെ ആകെ ഇളക്കിമറിച്ചു. പിന്നെയും ഉണ്ടായി വൈദികരും കന്യാസ്ത്രീകളും പ്രതികളായ അനേകം കേസുകൾ. ഫാദർ ജോർജ് ചെറിയാൻ പ്രതിയായ കുറിച്ചിയിലെ ജോളി എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസ്, അഭയ കേസ് എന്നിങ്ങനെ ഒട്ടനേകം കേസുകൾ ആ പ്രതിച്ഛായയെ തകർത്തു കളഞ്ഞു. എങ്കിലും പുരോഹിതരും സന്യസ്തരുമൊക്കെ ഇന്നും ബഹുമാന്യ ഗണത്തിലാണ്. അതുകൊണ്ടാണ് സാധാരണ ജനം മെത്രാന്മാരെ പിതാവേ എന്ന് വിളിക്കുന്നത്. തങ്ങൾ ബഹുമാന്യരാണ് എന്ന് അവർക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് അവർ ഞങ്ങൾ സിനഡ് പിതാക്കന്മാർ എന്ന് ആവർത്തിച്ച് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതാ അക്കൂട്ടത്തിൽ ഒരു പിതാവ് ലോകത്തിന് മുന്നിൽ വ്യാജം പറയുന്നത് കാണാം. ഈ കോവിഡ് കാലത്താണ് പല രീതിയിൽ കുർബാന ചെല്ലുന്ന രീതികളൊക്കെ വന്നു. കുറെ പേര് ഇങ്ങനെ പോലീസിക്ക് പരാതികളൊക്കെ അയച്ചത് അവരും നോക്കുമ്പോൾ എല്ലാം പല രീതിയിലാണ്. കോവിഡിന്റെ വരവും കുർബാന തർക്കവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കോവിഡ് കാലത്തെ നിയന്ത്രണം മൂലം പള്ളികളിൽ ആള് കുറഞ്ഞു എന്നല്ലാതെ കുർബാന അർപ്പണ രീതി പലതരത്തിലായതിന് കോവിഡ് കാരണമായില്ല എന്നിരിക്കെ പൊരുന്നേടം ഇങ്ങനെ പറയുമ്പോൾ കുർബാന പലതരത്തിൽ ചൊല്ലാനും കുർബാന തർക്കം ഉണ്ടാകാനും കാരണം കോവിഡ് ആണെന്നല്ലേ തോന്നുക? യഥാർത്ഥത്തിൽ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് 2021 നവംബർ 28 ഏകീകൃത കുർബാനയുടെ കൽപ്പന വന്നു എന്നതാണ് ഇതിനെല്ലാം കാരണം. പൊരുന്നേടം അത് മറച്ചുവെക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിങ്ങനെ ആയിപ്പോയി. ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ നിർഭാഗ്യവശാൽ എന്നല്ല പൊരുന്നേടം പറയേണ്ടത്. ഞങ്ങളുടെ ഉപേക്ഷയാലും പിടിപ്പുകേട് മൂലവും അതിങ്ങനെ ആയിപ്പോയി എന്നല്ലേ പറയേണ്ടത്. കുർബാന പല രീതിയിലായതിൽ മെത്രാൻ എന്ന നിലയിൽ താങ്കളും ഉത്തരവാദിയല്ലേ? ഒരേ രീതിയിൽ ഏകീകൃത രീതിയിലാക്കാൻ മെത്രാൻ എന്ന നിലയിലും സിനഡ് അംഗം എന്ന നിലയിലും താങ്കൾ എന്തൊക്കെ ചെയ്തു എന്നുകൂടി വിശദമാക്കണം മെത്രാനച്ച. നമ്മള് ഈ 450 കൊല്ലം കൊണ്ട് മാറിയത് 4 ദിവസം കൊണ്ട് അറിയുന്ന ഒരു കാര്യത്തിൽ സാവധാനം വരുവുള്ളൂ. 1599 ഉദയംപേരൂർ സൂനഹദോസ് മുതൽ 1950-60 വരെയുള്ള കാലമാണ് പൊരുന്നേടം പറയുന്ന ആ 450 കൊല്ലം. എന്നാൽ 1887, 1934, 1957, 62, 98, 99, 2021, 2023 ഈ വർഷങ്ങളിലൊക്കെ കുർബാന പരിഷ്കരണം നടന്നിട്ടുണ്ട്, കൽപ്പനകൾ ഇറങ്ങിയിട്ടുണ്ട്. 1962 സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മാറ്റങ്ങൾ 4 ദിവസം കൊണ്ട് വരില്ല, സാവധാനമേ വരുവുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ സാവധാനം എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ്? വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറൻസി നോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് വെറും ചവറ്റ് കടലാസായില്ലേ, അപ്രത്യക്ഷമായില്ലേ? പുതിയ നോട്ട് വന്നിട്ട് ജനങ്ങൾ അതുമായി പൊരുത്തപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ടാണ്. വൈദികനായിരുന്ന താങ്കൾ മെത്രാനായി നിയമിതനായപ്പോൾ മുതൽ അഭിഷിക്തനാകുന്നത് വരെയുള്ള 2 മാസത്തെ ഓർമ്മയിലായിരിക്കാം സാവധാനമേ ആകൂ എന്ന് പറയുന്നത്. പൊരുന്നക്കോഴിക്ക് മുട്ട അടവെച്ച് കാത്തിരിക്കുമ്പോൾ സാവധാനമേ വിരിയൂ എന്ന് നമ്മൾ പറയുന്നത് പോലെയാണോ ഇത്? അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് എഴുതിയൊരു കത്തുണ്ട് എറണാകുളം അങ്കമാലി ആദ്യമായിട്ട്. എറണാകുളം അങ്കമാലി അതിരൂപയ്ക്കല്ല, സഭയ്ക്ക് മൊത്തത്തിലുള്ള എഴുതി. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ കത്ത് അത് അഡ്രസ് ചെയ്തിരിക്കുന്നത് മെത്രാന്മാരെ, വൈദികരെ, സന്യസ്തരെ, ആത്മായ വിശ്വാസികളെ. മേജർ ആർച്ച് ബിഷപ്പിനെയോ സിനഡിനെയോ ആ കത്ത് അഡ്രസ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ കത്ത് സിനഡോ മേജർ ആർച്ച് ബിഷപ്പോ എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. എന്തോ വലിയൊരു വെടി പൊട്ടിക്കുകയാണ് എന്ന മട്ടിലാണ് കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റുള്ള പൊരുന്നേടം കൈവിരൽ ഓരോന്നോരോന്നായി മടക്കി ഇത്രയും ബാലിശമായി സംസാരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് എന്നോ സിനഡെന്നോ പറഞ്ഞിട്ടില്ല, മെത്രാന്മാരെ എന്നെ അഡ്രസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പൊരുന്നേടത്തിന്റെ കണ്ടുപിടുത്തം. അസാമാന്യ വാദം തന്നെ. മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള മെത്രാന്മാർ എല്ലാവരും കൂടി ചേരുന്നതല്ലേ സിനഡ്? താങ്കളുമില്ലേ ആ കൂട്ടത്തിൽ? പിന്നെ സിനഡേ എന്ന് പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്യേണ്ടതുണ്ടോ? ഭായിയും ബഹനവും മേരെ പ്യാരി ദേശവാസിയും എന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുള്ളൂ. മുഖ്യമന്ത്രി, ഗവർണർ എന്നൊന്നും അഭിസംബോധന ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് ഏതെങ്കിലും മന്ത്രി പറയുമോ? ഗവർണർ പറയുമോ? പകരം മാർപ്പാപ്പ നേരിട്ടാണ് എല്ലാ മെത്രാന്മാരോടും പറയുന്നു, എല്ലാ വൈദികരോടും പറയുന്നു, എല്ലാ സെനിസ്റ്ററോടും വന്ന അൽമാരോടും നിങ്ങൾ നടപ്പാക്കുക എത്രയും വേഗം. പറ്റിയതെന്താണ്? സിനഡ് എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന ദിവസം നടപ്പാക്കാം. അപ്പൊ സിനഡ് നടപ്പാക്കുന്ന പോലെയായി.
അവിടെ സിനഡിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു. മിസ്റ്റർ പൊരുന്നേടം, സിനഡ് നടപ്പാക്കേണ്ടതല്ലെന്നും സിനഡ് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചത് തെറ്റായിരുന്നുവെന്നും അല്ലേ സിനഡിലെ മുതിർന്ന അംഗമായ നിങ്ങൾ ആരോപിക്കുന്നത്? ഇങ്ങനെയൊക്കെ തള്ളിപ്പറയുന്ന നിങ്ങളും അവനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസും തമ്മിൽ എന്താണ് വ്യത്യാസം? ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് യൂദാസിനെ പോലെ നിങ്ങൾ സിനഡിനെ ഒറ്റിക്കൊടുക്കുകയല്ലേ? ദയവായി ആ അലങ്കാര വേഷങ്ങളൊക്കെ ഒന്ന് അഴിച്ചു കളയൂ. പൊരുന്നേടം മറച്ചു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അയാൾ പറയുന്ന കത്ത് 2021 ജൂലൈ 3 ഏകീകൃത കുർബാന നടപ്പിലാക്കാനുള്ള ഉത്തരവ് ഇറങ്ങുന്നത് 4 മാസം കൂടി കഴിഞ്ഞ് 2021 നവംബർ 28 ക്രിസ്തുമസിനെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലൂ, ഈസ്റ്ററിനെങ്കിലും തുടങ്ങൂ എന്നൊക്കെ പോപ്പ് ഫ്രാൻസിസ് ആവർത്തിച്ചു പറഞ്ഞു. 2022 മാർച്ച് 25 മാർപ്പാപ്പ അയച്ച ഈ കത്ത് താങ്കൾ കാണാത്തതാണോ? ഇതിനെപ്പറ്റി മിണ്ടാതെ ഇക്കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് താങ്കൾ പഴയൊരു കത്തിനെ പരാമർശിച്ച് ആരോപിക്കുന്നത് വെറും തറപ്പരിപാടിയല്ലേ? നോക്ക്, ഇതിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ട്, പോരെ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് മിണ്ടാത്തത്? ഒന്നുകിൽ നിങ്ങൾ ഇത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് മറച്ചു വെച്ച് മാർപ്പാപ്പയെയും സിനഡിനെയും കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് വിമതരെ സൂചിപ്പിക്കണം, ആരുടെയൊക്കെ മുമ്പിൽ ആളാവണം. നിങ്ങളുടെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടിട്ടാണ് നിങ്ങളെല്ലാം വ്യാജന്മാരാണ് എന്ന് വിശ്വാസികൾ നിങ്ങൾക്ക് മുദ്ര കുത്തുന്നത്. അപ്പൊ സിനഡ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു, കുറെ പേര് എതിർത്തു എന്നുള്ളതായി. ഈ ഒരു തെറ്റിദ്ധാരണ ഇന്നും കിടപ്പുണ്ട്. ഞങ്ങൾ എതിർത്തു, എന്നിട്ട് നിങ്ങൾ നടപ്പാക്കി. വാസ്തവത്തിൽ സിനഡിനോടൊന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നില്ല, നിങ്ങളോട് നടപ്പാക്കാനാണ് പറഞ്ഞു, ഞങ്ങളോട് നടപ്പാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് അൽമായർ എത്ര പണ്ടേ നടപ്പാക്കുമായിരുന്നു. പൊരുന്നേടം പറയുന്നത് അനുസരിച്ച് ഓരോ മെത്രാനും ഓരോ വൈദികനും തോന്നിയ പോലെ നടത്താമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞതെങ്കിൽ കുർബാനക്കാര്യത്തിൽ സിനഡിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അച്ഛന്മാരും അൽമായരും കൂടി എല്ലാം നടപ്പാക്കിയാൽ പിന്നെ സിനഡിന് എന്താണ് പണി? സിനഡ് പിരിച്ചുവിടാൻ പറയൂ പൊരുന്നേടം. അഥവാ ഇത് നടപ്പാക്കാൻ സിനഡിനോട് പറഞ്ഞിട്ടില്ല എന്ന് പൊരുന്നേടം പറയുന്നത് വകവെച്ചാൽ നിങ്ങൾ ഉൾപ്പെടുന്ന സിനഡിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മാർപ്പാപ്പായ്ക്ക് തോന്നിയിരിക്കാം എന്നല്ലേ അർത്ഥം? പിന്നെ ഇതൊക്കെ ചാനലിൽ വന്നിരുന്നു പറയാതെ പ്രിയപ്പെട്ട മെത്രാന്മാരെ, കുർബാനക്കാര്യം ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും മാർപ്പാപ്പ സിനഡിനോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇക്കാര്യം ഇവിടെ ചർച്ച ചെയ്യരുത് എന്ന് താങ്കൾ എന്തുകൊണ്ട് സിനഡിൽ പറഞ്ഞില്ല? ഇനി മാർപ്പാപ്പ 2 കത്തുകളിലും 2023 ഡിസംബർ 7 വീഡിയോ സന്ദേശത്തിലുമായി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനുള്ള ഏകീകൃത രീതിക്കായി നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയുടെ മുഴുവൻ സ്ഥിരതയും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുവടുവെപ്പായി ഇതിനെ കണക്കാക്കണം. സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്നും ഐക്യം സംഘർഷത്തിന് മുകളിൽ നിലനിൽക്കുന്നു എന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവജനത്തോടൊപ്പം നടക്കാൻ സീറോ മലബാർ മെത്രാന്മാരോട് ഞാൻ ശക്തമായി അഭ്യർത്ഥിക്കുന്നു. കേട്ടല്ലോ, സഭാജനത്തെ ചിതറിക്കണമെന്നല്ല, ദൈവജനത്തോടൊപ്പം നടക്കുക, വാക്ക് ടുഗദർ വിത്ത് ഗോഡ്സ് പീപ്പിൾ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതോ അതിന് നേർ വിപരീതമോ? സഭാജനത്തെ ചിതറിക്കുക അല്ലേ നിങ്ങൾ ചെയ്തത്? മാർപ്പാപ്പ തുടരുന്നു, സഭ കൂട്ടായ്മയാണ്, കൂട്ടായ്മയില്ലെങ്കിൽ സഭയില്ല, അതൊരു വിഭാഗം മാത്രമായിരിക്കും. കൂട്ടായ്മയുടെ മാതൃകകളും യഥാർത്ഥ അധ്യാപകരുമായിരിക്കേണ്ട ചിലർ, കൂടുതലും പുരോഹിതന്മാർ, വർഷങ്ങളായി സിനഡിന്റെ തീരുമാനത്തെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരീ സഹോദരന്മാരെ, അവരെ പിന്തുടരരുത്. സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂട്ടായ്മ ലംഘിക്കപ്പെട്ടാൽ, വാഴ്ത്തപ്പെട്ട കുദാശയെ അനാദരിച്ചാൽ, വഴക്കും ബഹളവും ഉണ്ടായാൽ എങ്ങനെയാണ് ദിവ്യകാരുണ്യ ആരാധന നടക്കുക? കരുതിയിരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിശാച് നിങ്ങളെ ഒരു വിഭാഗമാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സഭയാണ്, ഒരു വിമത വിഭാഗമായി മാറരുത്. എല്ലാ സഹോദരീ സഹോദരന്മാരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കാനും സഭയുടെ ഐക്യത്തിൽ അവരെ സംരക്ഷിക്കാനും കഴിവുള്ളവരായി വിളിക്കപ്പെട്ട നിങ്ങൾ സഭ വിട്ടുപോയി എന്ന് അംഗീകരിക്കാൻ സഭാ അധികാരികളെ നിർബന്ധിക്കരുത്. വളരെ ദുഃഖത്തോടെ ശിക്ഷകൾ അനുവദിക്കേണ്ടി വരും. ആ ഘട്ടത്തിലെത്താൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സഭയുടെ മഹത്തായ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിൽ വേഗത്തിൽ നടപ്പിലാക്കാൻ എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ഉദ്ബോധിപ്പിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മുമ്പും ഞാൻ നിങ്ങൾക്കായി പല കത്തുകളും എഴുതിയിട്ടുണ്ട്, എന്നാൽ അവ വിശ്വാസികൾക്കായി വായിക്കപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ നേരിട്ട് നിങ്ങളോട്, ദൈവത്തിന്റെ വിശുദ്ധ ജനത്തോട്, വൈദികരോട്, സന്യസ്തരോട്, പ്രത്യേകിച്ച് കർത്താവിൽ വലിയ വിശ്വാസവും സഭയോട് സ്നേഹവും ഉള്ള പ്രിയപ്പെട്ട അൽമായരോട് സംസാരിക്കുവാൻ തീരുമാനിച്ചു. പോപ്പിന്റെ നിലപാടെന്താണെന്ന കാര്യത്തിൽ ഇനി ആരും സംശയിക്കാതിരിക്കാനാണ് ഈ അസാധാരണമായ മാർഗം ഞാൻ സ്വീകരിക്കുന്നത്. നമ്മുടെ സഭയുടെ ആത്മീയ നന്മയ്ക്കായി
ഈ ഭിന്നത സുഖപ്പെടുത്തണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത് നിങ്ങളുടെ സഭയാണ്, നമ്മുടെ സഭയാണ്. ഐക്യം പുനഃസ്ഥാപിക്കൂ. കത്തോലിക്ക സഭയിൽ നിലനിൽക്കൂ. വൈദികരെ, നിങ്ങളുടെ തിരുപ്പട്ടവും അതിലൂടെ ഏറ്റെടുത്ത പ്രതിജ്ഞകളും ഓർക്കുക. നിങ്ങളുടെ സഭയുടെ യാത്രയിൽ നിന്ന് അകന്നു പോകരുത്. സിനഡിനോടും മെത്രാന്മാരോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ചേർന്ന് നടക്കുക. സിനഡ് തീരുമാനിച്ചതിനെ പ്രായോഗികമായി സ്വീകരിക്കുക. മിസ്റ്റർ പൊരുന്നേടം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും ഹൃദയഭാരത്തോടെ പറഞ്ഞത് ആരോടാണ്? തുറന്നു പറയൂ, ആരാണ് ഇതൊക്കെ നടപ്പാക്കേണ്ടത്? സിനഡ് അല്ലെങ്കിൽ നിങ്ങൾ സിനഡിലെ അംഗത്വം ഉപേക്ഷിക്കൂ, മെത്രാൻ സ്ഥാനവും രാജിവെക്കൂ. ഇത്രയൊക്കെ താണു വീണ് കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആ ആഗ്രഹം സാധിച്ചു കാണാൻ നിങ്ങൾ സഹകരിച്ചില്ല, നിങ്ങൾ അനുവദിച്ചില്ല. ദുഷ്ടരാണ് നിങ്ങൾ. മാർപ്പാപ്പയെ കണ്ണീർ കുടിപ്പിച്ച നിങ്ങൾക്ക് സഭയുടെ മെത്രാന്മാരാണ് എന്ന് ഉറപ്പോടെ പറയാൻ കഴിയുമോ? നമ്മൾ അങ്ങനെയൊക്കെ ഒരു ബോധവൽക്കരണ പ്രക്രിയ നടത്തിയിരുന്നെങ്കിൽ വ്യത്യസ്തമാകുമായിരുന്നു ഞാൻ കരുതുകയാണ്. നമ്മുടെ സ്നേഹബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഈ കുർബാന പോലും നമുക്ക് വിഗ്രഹമായി മാറിയോ? അത് തിരിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് വിഗ്രഹമായി മാറിയോ? ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന. നമുക്ക് സമ്പത്ത്, സ്ഥലം ഒക്കെ വിഗ്രഹങ്ങളായി മാറാം. നമ്മൾ പലതിനെയും വിഗ്രഹങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിനെ ദൈവം അതികഠിനമായിട്ട് ശിക്ഷിക്കും. സത്യമാണ്. നിങ്ങളുടെ അധികാരമോഹവും ദ്രവ്യാഗ്രഹവും വിശ്വാസരാഹിത്യവുമാണ് ഈ തകർച്ചയുടെ കാരണം. വിഗ്രഹമായി മാറിയത് കുർബാനയല്ല, നിങ്ങൾ കരയാനറിയാത്ത, കരളുറപ്പില്ലാത്ത കളിമൺ വിഗ്രഹങ്ങൾ.